ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇടുന്ന വീഡിയോ ഷജിത ഷാജിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഷജിത ഷാജിയെക്കുറിച്ച് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ആ കൊച്ചിൻ്റെ ചില സംസാരങ്ങൾ അല്ലെങ്കിൽ എടുത്തുചാട്ടമായിട്ട് പലതും സംസാരിച്ചത് കൊണ്ടിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. എടുത്തുചാട്ടമായിരുന്നു. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി പല കള്ളത്തരം പറയേണ്ടി വന്നു. ആ കള്ളത്തരം ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ മറക്കാൻ വേണ്ടി വേറെ കള്ളത്തരം പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടി കുഴച്ച മുതല ആയിപ്പോയി സംഭവങ്ങൾ. പക്ഷെ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് പല കാര്യങ്ങളും പറഞ്ഞു വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് ശരിക്കും മനസ്സിലായി. കാര്യം ഷജിതയെ ആദ്യം മുതൽ കാണുന്ന ആൾക്കാർ ഷജിത എന്തെങ്കിലും ഒരു വാ തുറക്കുമ്പോൾ അത് കള്ളത്തരമാണെന്ന് തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഷജിതയെ എല്ലാം എപ്പോഴും ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് തന്നെ ഇവിടെ സംഭവിച്ചത്. പെട്ടെന്ന് ആൾക്കാർ ക്യാച്ച് ചെയ്തു. ഷജിത പറയുന്നതും സഞ്ചരിക്കുന്നതും പലതും കള്ളത്തരമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റൌഫിൻ്റെയും ആ ജസ്നയുടെയും കൂടി ഒരു ഫോട്ടോയും ഇട്ടിട്ടുണ്ട്. ഫോട്ടോയും കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്നയെ കാണിച്ചതല്ല പ്രശ്നം, ജസ്നയെ ആരോപിച്ച ചില ആരോപണങ്ങളുണ്ടല്ലോ, ആ ആരോപണങ്ങളും ആ കൊച്ചിന് ഫോൺ നമ്പറും കൂടി ഈ പുള്ളിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. മറ്റേ കൃഷ്ണന് ജസ്റ്റിലേക്ക് വന്നിട്ട് മുന്നിൽ നിന്നിട്ട് ഒരുപാട് പറയുന്നത് ഈ മാത്രമുള്ളൂ ജസ്ന, എൻ്റെ പേര് മാത്രമുള്ളൂ ജസ്ന. അപ്പോൾ തന്നെ അവർ ഗൾഫിൽ കിട്ടാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞാൻ ഒന്ന് ഏത് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന ഈ ജസ്റ്റിനെ. അപ്പോൾ ആ ജസ്റ്റിനെ റൗഫിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ആരാണ് ജസ്ന ആരാണ് റൗഫില്ല ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ കണ്ടു നോക്കി അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചിരിക്കുന്ന ജസ്നയല്ല. നീ പേടിക്കണ്ട, നീ അടുത്ത വിവാദം എനിക്കൊന്നും വരണ്ട. അല്ലാണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട് മോളെ. അമ്മച്ചി നീയാണ് അമ്മച്ചി, കാണുന്നവർക്ക് മനസ്സിലാവും ഏത് അമ്മച്ചിയാണ്. ഓക്കെ, കാരണം എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും വന്ന് തള്ളിക്കോളും. അപ്പൊ ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ, യൂട്യൂബർ ജസ്ന. പിന്നെ ഇവളുടെ കാമുകൻ റൌഫ്, ഇതാണ് കേട്ടോ. ഒരാളെക്കുറിച്ചുള്ള ഒരു അപവാദം ഒരാൾ പറയുമ്പോൾ അത് എത്രത്തോളം കഴമ്പുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുകൂടി ആലോചിക്കണം. കാര്യം അവരുടെ ജീവിതം കൂടി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ജസ്ന എന്നുള്ള പെൺകൊച്ചിൻ്റെ ജീവിതം കൂടി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. അയാളെക്കുറിച്ചുള്ള ചിലപ്പോൾ അയാളായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിലോ, ചിലപ്പോൾ അയാൾ വളച്ചൊടിക്കുന്നതാണെങ്കിലോ, ഈ റൌഫ് എന്നുള്ള വ്യക്തി എന്താണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറഞ്ഞതാണ്, റൌഫ് ചിലപ്പോൾ വളച്ചൊടിച്ചതാണെങ്കിലോ എന്തെങ്കിലും ചിലപ്പോൾ ആണുങ്ങളല്ലേ ചിലപ്പോൾ എന്തെങ്കിലും അത് എന്തെങ്കിലുമൊക്കെ വന്നപ്പോൾ റൌഫ് വളച്ചൊടിച്ചതാണെങ്കിലും അപ്പോൾ അങ്ങനെ സംഭവിച്ചൂടെ. അപ്പോൾ ഇപ്പം ജസ്നയുടെ ഫാമിലി എന്തായിരിക്കും ബുദ്ധിമുട്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫോൺ നമ്പർ വെച്ചത് വളരെയധികം തെറ്റുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന വ്യക്തിയാണ് നമ്മുടെ ജസ്ന, മറ്റേ കണ്ണൻ്റെ ജസ്ന എന്ന് എടുത്ത് ഏതാൾക്കാരാണെങ്കിൽ ശരി ജസ്നയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കണ്ണൻ്റെ ജസ്ന എന്ന് തന്നെ സംസാരിച്ചത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തി വന്ന് വലിയൊരു സംബോധന ചെയ്ത് അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് ഷജിതയ്ക്ക് കണ്ടാൽ അത്ര പ്രായം തോന്നത്തില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് ആ കൊച്ചിൻ്റെ ആ ഒരു ഇതുകൊണ്ടിട്ടാണ് അത്രയൊക്കെ നോക്കുന്നത്. പക്ഷെ എന്നാലും അത്ര കൊച്ചിനെ കണ്ട ഈ കുട്ടീൻ്റെ അത്രയും പ്രായം തോന്നത്തില്ല. ഏതായാലും രണ്ടുപേരും ഏകദേശമൊക്കെ 10-12 വയസ്സുള്ള പിള്ളേരൊക്കെ തന്നെയാണ്. പക്ഷേ ഷജിതയ്ക്ക് ഇച്ചിരി കൂടി പ്രായം കുറവായിട്ട് തോന്നും. ഏതായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മായി എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മായി എന്നുള്ള വാക്കൊക്കെ വല്ല ചീത്തയായിട്ടുള്ള വാക്കാണോ? ഇപ്പം ചില ആൾക്കാരങ്ങനെ വിളിക്കുന്ന വിളിയാണ് അമ്മായി, പിന്നെ തള്ള, കിളവി, അങ്ങനെയൊക്കെ. എല്ലാവരും ചില ചിരിക്കേണ്ട യാതൊരു കാര്യമില്ല. ലാസ്റ്റ് ഘട്ടത്തിൽ അവരും ഈ ലെവലിലോട്ട് വരേണ്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ സംബോധന ചെയ്യുന്ന ആൾക്കാരോട് ഒന്നും പറയാനൊന്നുമില്ല. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും അതുപോലെ തന്നെ ആകേണ്ട ആൾക്കാരാണ്. ഏതായാലും അവർ രണ്ടുപേരും തമ്മിലുള്ള ഇത് പറഞ്ഞതാണ് കേട്ടോ. അത്ര വല്ല പ്രായങ്ങൾ രണ്ടുപേർക്കും ഇല്ല. അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് വളരെയധികം തെറ്റുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ ആ ഒരു ഇതനുസരിച്ചിട്ട് സംസാരിച്ചതല്ലേ. ഏതായാലും പോട്ടെ. ഏതായാലും കണ്ണൻ സജ്ജനയും ഈ ഷജിത ഷാജിയും കൂടി തമ്മിൽ ഈ ഒരു നാണയത്തിന് 2 വശങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാര്യം രണ്ടുപേരും ഇച്ചിരി ഉടായ്പുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും പിന്നെയും ഷജിതയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ 5 കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഷജിതയെ ഞാൻ പിന്നെയും സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വാപ്പയും കൂടി ഇല്ലാത്തതാണ്, ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബ് വഴി തന്നെയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ പലതും
കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ യൂട്യൂബിൽ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്ത് ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ പല കാര്യം ചെയ്യുമ്പോഴും ഒന്ന് നല്ലോണം ഇരുന്ന് ആലോചിക്കുക. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ഒരു അനിയത്തിനെ പോലെ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. നിന്ന് ആലോചിക്കുക. ഇത് യൂട്യൂബ് എന്നുള്ളത് എൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണ്. ഇത് നിൽക്കാതെ നോക്കേണ്ടത് തൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് നോക്കി അന്വേഷിച്ച് നോക്കി നടത്തേണ്ടത് അവനാണ്. നോക്കി തന്നെ പറയുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും തന്നെ നിൽക്കുക. ഇനിയിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയേക്കണതെന്നാണ് അറിഞ്ഞതും അതിൻ്റെ വീഡിയോസും വന്നേക്കണം. അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോയും കൂടി ഇടാം. ആ കൊച്ചിന് എന്തെങ്കിലും തോന്നി അല്ലെങ്കിൽ ആ കൊച്ചിനോട് ചെന്ന് നേരിട്ട് ചെന്ന് മാപ്പ് പറയുക എന്തെങ്കിലും ചെയ്തിട്ട് ആ കേസ് പിൻവലിക്കാൻ നോക്കുക. അത്രയ്ക്കേ എനിക്ക് പറയാനുള്ളൂ. ഒരാളോട് ചീറ്റ് ചെയ്തത് വളരെയധികം ചീറ്റ് ചെയ്തത് വളരെയധികം മോശമാണ്. ആണുങ്ങൾക്ക് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ പെണ്ണുങ്ങളോട് ചോദിക്കുമ്പോൾ അതിൻ്റെയും ഫാമിലിയും കാര്യങ്ങളും അല്ലേ. അതിൻ്റെ ഫാമിലിക്ക് വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഷജിത ഏറ്റെടുക്കുമോ? അപ്പോൾ എല്ലാവർക്കും അപമാനം എന്നുള്ളതും മാനമുള്ളതും എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ മാനത്തിന് എന്തിനും മങ്ങലേറ്റിക്കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. പോയ കാശൊക്കെ നമുക്ക് തിരിച്ചെടുക്കാം. മാനത്തിനുള്ള ആ മങ്ങൽ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് ഷാജിദയ്ക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പറയുക, സൂക്ഷിക്കുക. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. നല്ല നല്ല വീഡിയോസ് ചെയ്ത് കുഞ്ഞുങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആൾക്കാർ പലതും മറക്കും. പല കോൺട്രവേഴ്സികളും അടുത്തത് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മറക്കും. പക്ഷേ ഷജിദയുടെ കയ്യിലാണ് പല കാര്യങ്ങളും ഉള്ളത്. ഇനിയും വായ പോലെ കോടാലി കൊണ്ട് അവിടെ ഇവിടെയും കൊട്ടാതെ വെട്ടാതെ മുന്നോട്ട് പോവുക. അത്രയോളം പറയാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ബൈ.